കെ രമ, ഇപ്പോൾ മുകേഷ് MLA സ്ഥാനം ഒഴിയണമെന്ന ആരോപണത്തിന് പുറത്ത് ആവശ്യപ്പെടുന്നത് പോലെയല്ല, ഇപ്പോൾ കേസ് വന്നിരിക്കുകയാണ്. നടനും MLA-യുമായ മുകേഷിനെതിരെ ആലുവ സ്വദേശിയായ യുവതിയുടെ പരാതിയിൽ കേസ് എടുത്തിരിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം അവരെ കണ്ടതിന് ശേഷം വസ്തുതാ പരിശോധനയൊക്കെ നടത്തിയിട്ടുമുണ്ടാകണം. ഈ കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഇനിയും തുടരുമ്പോൾ അതിന് CPIM പറയുന്ന ന്യായം MLA-മാരായിരുന്നു കൊണ്ട് അല്ലെങ്കിൽ MP-മാരായിരുന്നു കൊണ്ട് കേസുകൾ നേരിട്ട കോൺഗ്രസിലെ ആളുകളെ കുറിച്ചാണ്. ആ യുക്തി നിലനിൽക്കുമോ കെ രമ? അല്ല, അത് CPM പോലുള്ള ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് പറയാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണുന്നത് സുജയ. കോൺഗ്രസ്സുകാരോ അല്ലെ മറ്റുള്ളവരോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ അത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഭരണകാലത്ത് അങ്ങനെയല്ലേ നടന്നത് എന്ന ചോദ്യമാണ് എല്ലാറ്റിനും താരതമ്യം ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ഇടതുപക്ഷത്തെ നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഈ കാര്യത്തിൽ നിലപാടെങ്കിൽ അവർ ഈ ജനങ്ങളിൽ നിന്ന് വലിയ വില കൊടുക്കേണ്ടി വരും എന്നത് മാത്രമേ അതിനകത്ത് നമുക്ക് പറയാനുള്ളൂ. ഏതായാലും ഈ വിഷയത്തിൽ ഇനി ധാർമ്മികതയുടെ പേരിലൊന്നും മുകേഷ് രാജിവെക്കുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല സുജയ. മുകേഷിന്റെ MLA-യുടെ രാജി CPM ചോദിച്ചു വാങ്ങണം. ഒരു നിമിഷം പോലും ആ സ്ഥാനത്ത് തുടരാൻ അദ്ദേഹത്തിന് അർഹതയില്ല. ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നു. ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യണമെങ്കിൽ സ്പീക്കറുടെ അനുമതി വേണം. അത് വാങ്ങിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യുകയും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോവുകയും വേണം. ഇനി ജനങ്ങളുടെ പ്രതിനിധിയായി ഇരിക്കാൻ ഒരു നിമിഷം പോലും ഇരിക്കാൻ അദ്ദേഹത്തിന് യോഗ്യതയില്ല, അർഹതയില്ല. എത്രയും വേഗം അദ്ദേഹത്തിനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കുകയും രാജി ചോദിച്ചു വാങ്ങുകയും ആണ് വേണ്ടത്. അത് മാത്രമല്ല സുജയ, നോക്കൂ, ഈ CPM-ന്റെ നയരൂപീകരണ സമിതി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഇപ്പം ആ നയരൂപീകരണ സമിതിയിലെ ഒരു അംഗമാണ് ഈ മുകേഷ് MLA. നോക്കൂ, ഈ ഒരു ആരോപണം മാത്രമല്ല, വളരെ മുന്നേയും കാസ്റ്റിംഗ് കൗച്ച് ഉൾപ്പെടെ അതുപോലെ തന്നെ മീറ്റു ആരോപണം ഉൾപ്പെടെ മുകേഷിന്റെ MLA-യുടെ ഭാഗത്ത് നേരെ നേരത്തെയും ഉയർന്നു വന്നതാണ്. സ്വന്തം ഭാര്യ അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ച ആരോപണം, ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് ഇപ്പോഴും എയറിൽ നിൽക്കുകയാണ്. അത് വളരെ കാലമായി, ഇന്നൊന്നും ഉള്ളതല്ല. ഇതൊക്കെ ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പാർട്ടി. എന്നിട്ടും CPM നേതാക്കന്മാർ ഇപ്പോഴും ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുള്ളത് കൊണ്ടാണ് കേസെടുത്തത്, ഇത്രയും കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്കല്ലേ സാധിച്ചു. 4.5 വർഷം ഈ ഒരു റിപ്പോർട്ടിന്റെ മേൽ അടയിരുന്നിട്ട് അത് ഒരു പേജ് പോലും മറച്ചു നോക്കാതെ അതിനകത്ത് ഒരു നടപടി പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാകാതെ ഇരുന്ന ഒരു സർക്കാരാണ് CPM ആണ് ഇപ്പൊ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. നോക്കൂ, ഈ ആരോപണങ്ങളൊക്കെ ഇപ്പൊ ഉണ്ടായിരുന്ന ഈ പ്രശ്നങ്ങളൊക്കെ വളരെ നേരത്തെ ഉണ്ടാകേണ്ടതാണ്. ഒരു 4.5 വർഷം മുന്നേ ഇത് ഉണ്ടാകേണ്ടതാണ്. ആ സമയത്ത് ഈ റിപ്പോർട്ടിന്റെ മേൽ ഏതെങ്കിലും തരത്തിൽ ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, ആ റിപ്പോർട്ടിലെ ചില കാര്യങ്ങളിലും പുറത്തുവിടാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ, പുറത്തു വിട്ടിട്ടില്ലെങ്കിൽ പോലും അത് നോക്കിയിട്ട് അതിന്റെ മേൽ നടപടികളുമായിട്ട് സർക്കാർ പോയിട്ടുണ്ടെങ്കിൽ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സ്ത്രീ സുരക്ഷയുടെ ഭാഗമായി നിൽക്കുന്നു, ഞങ്ങളാണ് ഇതിന്റെയൊക്കെ സംരക്ഷകർ എന്ന് പറയാൻ സാധിക്കുക എന്ന ചോദ്യത്തിന് അവരെങ്ങനെ ന്യായീകരിക്കുക? ഇപ്പോൾ നോക്കൂ, ഈ പ്രത്യേക അന്വേഷണ സംഘം SIT ഫോം ചെയ്തിരിക്കുന്നത് തന്നെ പുതിയ വെളിപ്പെടുത്തലുകൾ, ഇരകളായവർ ചാനലുകളിലൂടെ വന്ന് മറ്റു മാധ്യമങ്ങളിലൂടെ വന്ന് അവരുടെ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞതിന്റെ സാഹചര്യത്തിലാണ് അവരുടെ പരാതികൾ സ്വീകരിക്കാൻ തുടങ്ങിയത്. അല്ലാതെ ഹേമ കമ്മിറ്റിയിന്മേൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ വെക്കുകയോ അതിൽ 50-ലധികം പേർ തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ വിവരിക്കുന്ന തെളിവുകളടക്കം കൊടുത്തിട്ടും അത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ 4.5 കൊല്ലം സർക്കാരിന്റെ പെട്ടിയിലിരിക്കുകയായിരുന്നു. അതിന്റെ പൂർണ്ണരൂപം കോടതി വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കോടതി പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സെപ്റ്റംബർ 10 വരെ കാക്കുകയാണ് സർക്കാർ. അതെ, തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ആരോപണങ്ങൾ ഇപ്പോ ഈ നടികളൊക്കെ അവർക്ക് പറയാൻ, ഞാൻ അതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, അവർക്ക് പറയാനൊരു ധൈര്യം കിട്ടിയത് ഈ ഒരു സമൂഹത്തിന്റെ ഒരു പ്രതികരണങ്ങളും മീഡിയാസിന്റെ ഒരു ഇടപെടലും ഒക്കെ കൊണ്ടാണ്. അവരുടെ ഉള്ളിൽ വളരെ കാലമായി ഇത് കൊണ്ടു നടക്കുന്ന ഒരു ഫ്രസ്ട്രേഷനാണ്. അവരത് പറയാനുള്ള ഒരു ധൈര്യം അവർക്ക് ഇപ്പൊ കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നേരത്തെ ഇതിനകത്ത് ഈ നടപടികളുമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത് കൊണ്ടുപോകാൻ സർക്കാർ തീരുമാനിച്ചാൽ അവർ അന്നേ പറയാൻ തയ്യാറാകുമായിരുന്നു. അവർ ഇപ്പൊ പറഞ്ഞത് ഈ ഒരു സാഹചര്യത്തിലാണല്ലോ. അതിനൊരു സാഹചര്യം ഉണ്ടാക്കാൻ സർക്കാരിന് സാധിച്ചില്ല. അത് ചെയ്യേണ്ടതല്ലായിരുന്നോ? ഇടതുപക്ഷ സർക്കാരല്ലേ. CPM സ്ത്രീകളുടെ കൂടെ, ഇരകളുടെ കൂടെയാണ് എന്ന് പറയുകയും മതില് തീർത്താൽ പോരാ, മതില് തീർത്ത് അതിനകത്ത് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവരൊപ്പം നിൽക്കാനും കൂടി തയ്യാറാകണം. അങ്ങനെ തയ്യാറാകാത്തതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും വർഷം കാത്തിരിക്കേണ്ടി വന്നത്. ചെറിയ കാലയളവാണോ 4 വർഷം 4.5 വർഷം എന്ന് പറഞ്ഞാൽ? 2017 ഈ സംഭവം ഉണ്ടായത്.
2019 റിപ്പോർട്ട് സമർപ്പിച്ചില്ലേ? എന്നിട്ട് ഇത്രയും കാലം നമ്മുടെ സ്ത്രീകളെ ഈ തരത്തിലേക്ക്. ഏതായാലും ഇതൊരു തുടക്കമായിട്ട് ഞാൻ ഇതിനെ കാണുകയാണ് സ്മൃതി. ഇത് സുജയ, ഇത് മാത്രമായിരിക്കില്ല. ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ സിനിമാ മേഖലയിലേക്ക് വന്നു, പല രംഗത്തും ഇതുപോലെ സ്ത്രീകൾ പുറത്തേക്ക് വരും. കാരണം ഈ ഒരു മുഖം മൂടികൾ, ഈ ഒരു ചില കപട സാധനങ്ങളുണ്ടല്ലോ നമ്മുടെ ഈ സമൂഹത്തിൽ, പൊയ്മുഖങ്ങളൊക്കെ പുറത്തേക്ക് വരട്ടെ, പുറത്തു എല്ലാ മേഖലയിലും. അത് ഈ ഒരു മേഖലയിൽ മാത്രം നിൽക്കാതിരിക്കട്ടെ സുജയ. കാരണം അതിനുള്ള ഒരു തന്റെ ഇടമൊക്കെ സ്ത്രീകൾക്ക് ഉണ്ടാവുന്നുണ്ട്. കാരണം അവർക്ക് ചിലർ ചോദിക്കും എന്തേ തുറന്നു പറഞ്ഞുകൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും സാധിക്കില്ല. എല്ലാവരും പറയുന്ന ആളുകളെ പോലെ ധൈര്യമുള്ളവരായിരിക്കണമെന്നില്ല. അവർ പല പ്രത്യാഘാതങ്ങളും അതിന്റെ ഭാഗമായിട്ട് നേരിടും. അവർക്ക് സാധിക്കില്ല അതൊന്നും. പക്ഷെ സാധിക്കാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഭരിക്കുന്ന ആളുകൾക്കും അത്തരം കൂടെ നിൽക്കുന്ന ആളുകൾക്കും ഒക്കെ ചെയ്യാൻ കഴിയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്താൽ എല്ലാ മേഖലയിലും അത് ഉയർന്നു വരും. രാഷ്ട്രീയത്തിലായാൽ പോലും അതൊക്കെ മുന്നോട്ട് വരും എന്ന് തന്നെയാണ് സുജയ ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു ശുദ്ധികലശം ഉണ്ടാകട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം. ഇവിടെ ഇപ്പോൾ എം മുകേഷ് MLA യുടെ കാര്യത്തിൽ സർക്കാർ എടുക്കുന്ന നിലപാട് എന്താണ്, മുന്നണിയുടെ നിലപാട് എന്താണ്, അതുകൂടി അറിയണം നമുക്ക്.